ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ഇന്ന് നിങ്ങളുടെ ലവ് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഏതൊരു വൈബ്രേഷനിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ലവ് എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കറന്റ് ലവ് എനർജി. ഓക്കെ, നിങ്ങൾ എന്തിലാണ് ഫോക്കസ്ഡ് ആകുന്നത്? ഓക്കെ, എൻ്റെ അഡ്വൈസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത്. ഓക്കെ ഗൈസ്, ഇന്ന് ഹൈ എനർജി അല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ലവ് എനർജിയിൽ നിങ്ങൾക്ക് ഇന്ന് എന്തോ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകാം. നല്ല റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. സൗന്ദര്യ പിണക്കങ്ങളായിരിക്കാം. മേ ബി അത് നിലനിർത്താതിരിക്കുക. ഓക്കെ, ആ ഒരു എനർജിയിലാണ് കാണുക. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രിയോ ഇന്നലെയോ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ എന്താ പറയുക, ഒരു സൗന്ദര്യ പിണക്കം അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു ലവ് എനർജിയിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ചില ആളുടെ കാര്യത്തിൽ എന്താണ് ഫോക്കസ്ഡ് ആണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡെത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു മേജർ അർക്കാന കാർഡാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അതൊരു നെഗറ്റീവ് കാർഡൊന്നും അല്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു ലവ് എനർജിയിൽ ഒരു വലിയ മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾ ലവ് എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്യുകയോ യൂസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പം നിങ്ങളിലേക്ക് ഒരു പുതിയ എനർജി വന്ന് നിങ്ങളിലേക്ക് വരുന്നതാകാം. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും മേ ബി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അത് സ്റ്റേബിൾ ആയിട്ട് പോകാത്ത റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതിലൊരു മേജർ ചേഞ്ച് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് പിന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാതിരിക്കരുത്. നിങ്ങളെ കൂടി സെൽഫ് കെയർ എന്ന് പറയുന്നത് കൂടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി കൂടി നിൽക്കുക, നിങ്ങൾക്ക് വേണ്ടി കൂടി സംസാരിക്കുക, നിങ്ങളുടെ ഇഷ്ടം കൂടി നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങളെ കൂടി ലവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഈ ഒരു ദിവസം നമുക്ക് കിട്ടുന്നത്. സോ കുറച്ചൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക ഈ ഡേ. നമ്മളായിട്ടൊരു പ്രശ്നം ഒന്നും റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാതെ